സർ നമസ്കാരം. സർ, കർണാടകയിൽ കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് സർക്കാരിന്റെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യാണ് അവിടെ ഭരണം കൈയാളുന്നത്. അപ്പൊ സിദ്ധരാമയ്യ പല തരുണങ്ങളിലായി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിലെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. കോടതി പറഞ്ഞിട്ട് പോലും ന്യൂനപക്ഷങ്ങൾക്കും 50% റിസർവേഷൻ കൊടുക്കുമെന്ന് സിദ്ധരാമയ്യ പറയുന്നു. മമതാ ബാനർജി നേരത്തെ അത് പറഞ്ഞിരുന്നു. ഇപ്പൊ 4% കൊടുക്കാമെന്ന് പറഞ്ഞ റിസർവേഷൻ സിദ്ധരാമയ്യ ഞാൻ അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ സിദ്ധരാമയ്യ മലക്കം മറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. റിസർവേഷനിൽ കൈകൊള്ളിയോ കർണാടക സർക്കാരിന്? കാരണം അവിടെ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിലെക്കാട്ടിലും വലിയ രീതിയിലാണ് ന്യൂനപക്ഷ പ്രീണനം കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ പല റിപ്പോർട്ട്സും വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ എന്ത് പറ്റി? കൈകൊള്ളിയത് കൊണ്ടാണോ സിദ്ധരാമയ്യ ഒന്ന് ബാക്കൗട്ട് അടിച്ചത്? സിദ്ധരാമയ്യക്ക് ഈ പറഞ്ഞ മാതിരി ഇത് ആദ്യം വന്നപ്പോൾ സിദ്ധരാമയ്യ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഒരു പരിപാടിയില്ല ഞങ്ങൾ. പിന്നെയാണ് BJP നേതാക്കന്മാർ ഇവർ സൈൻ ചെയ്ത ഓർഡർ, അതേമാതിരി ഇവർ സൈൻ ചെയ്ത പെറ്റീഷൻ ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നത്. BJPയുടെ സ്പോക്സ് പേഴ്സണായിട്ട് സംബിത് പാത്ര ക്ലിയർ ആയിട്ട് ഇതിന്റെ പ്രൂഫൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു ഇത് കോൺഗ്രസിന്റെ ഒരു ഒബ്സെഷനാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പ്ലീസ് ചെയ്യാൻ വേണ്ടി. കർണാടകത്തിൽ നമുക്കറിയാം, ഈ കർണാടകത്തിലൊരു പൊളിറ്റിക്സിൽ മുസ്ലിം റിസർവേഷൻ മാത്രമല്ല, അവർ പറഞ്ഞ 10% ടെൻഡർ, അതേപോലെ മഹാരാഷ്ട്രയിൽ പറയുന്നത് ടെൻഡർ, ഗവൺമെന്റ് ടെൻഡറിൽ 10% മുസ്ലിംസിന് കൊടുക്കണം. ഞാൻ ഇതുവരെ ആദ്യമായിട്ട് കേട്ടിരിക്കുന്ന റിലീജിയൻ ബേസ്ഡ് കണ്ടിട്ടില്ല. ബിക്കോസ് SC/STs കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്, ചില OBC കാറ്റഗറി ടെൻഡർ കൊടുക്കുന്ന പരിപാടി. നമ്മുടെ നാട്ടിൽ തന്നെ കാണാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കംപ്ലീറ്റ് ഒരു വിങ് തന്നെ ടെൻഡർ കളിച്ചിട്ട് ഒരു ടെൻഡർ ഇല്ലാണ്ട് തന്നെ അവർക്ക് കോൺട്രാക്ട് കൊടുക്കും. അതൊക്കെ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് കേരളത്തിൽ. പക്ഷേ ഈ മുസ്ലിംസിന്റെ റിസർവേഷൻ എന്തിനാണ്? അംബേദ്കർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയപ്പോൾ തന്നെ, മുസ്ലിംസ് അല്ല റിലീജിയസ് ബേസ്ഡ് റിസർവേഷൻസ് പാടില്ല. അതൊരു റീസൺ ആയിരുന്നു അംബേദ്കർ അന്ന് തന്നെ ഇത് കോൺസ്റ്റിറ്റ്യൂഷന് നെഹ്റുവിന് വേണമായിരുന്നു, പക്ഷെ അംബേദ്കർ ഒന്നും പറ്റില്ല. റിസർവേഷൻ കൊടുക്കുകയാണെങ്കിൽ വെറും വിത്തിൻ ഹിന്ദു, ബിക്കോസ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഹിന്ദുക്കളിലെ ഉള്ളൂ. ക്രിസ്ത്യൻ ഇതിലില്ല, ഡിനോമിനേഷൻ ഇല്ല, മുസ്ലിം ഡിനോമിനേഷൻ, കാസ്റ്റ് എന്ന പരിപാടി ഇല്ല. അവിടെ ഉള്ളതൊക്കെ റിലീജിയൻ. അപ്പൊ ഇവർ പറയുന്നത് എന്താ, ഞങ്ങളുടെ ഇതിലും കുറെ കാസ്റ്റ് ഉണ്ട്, ഞങ്ങളുടെ ഇതിൽ ലോവർ കാസ്റ്റ് ഉണ്ട്, ഞങ്ങളുടെ ഇതിൽ അർക്കണ ആൾക്കാരുണ്ട്, ഞങ്ങളുടെ ഇതിൽ കൃഷിയിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട്, അവര് വേറെയാണ്. ഉണ്ട്, കറക്റ്റ് ആയിരിക്കും അതൊക്കെ. പക്ഷെ ഈ കർണാടകത്തിൽ എന്തിനാ ഇപ്പോൾ ഈ സമയത്ത് ഇത് പൊക്കിക്കൊണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ബിക്കോസ് ഓഗസ്റ്റ് 24 ഈ പ്രൂഫ് കാണിച്ച BJPക്കാർ പ്രൂഫ് കാണിച്ചത് മുസ്ലിം MLA-മാരെല്ലാം കൂടി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അതിൽ അവിടുത്തെ ഒരു ഹൗസിംഗ് മിനിസ്റ്റർ ഉണ്ട്, സമീർ അഹമ്മദ് ഖാൻ, അദ്ദേഹം, പിന്നെ ചീഫ് മിനിസ്റ്ററുടെ പേഴ്സണൽ സെക്രട്ടറി ഉണ്ട്, നസീർ അഹമ്മദ്. ഇവരെല്ലാം കൂടിയിട്ടാണ് ഈ റിസർവേഷൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിദ്ധരാമയ്ക്ക് പറയാൻ പറ്റില്ല ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നുള്ള കാര്യം. അപ്പൊ കർണാടക ഗവൺമെന്റ് ഇപ്പൊ എന്ത് ചെയ്തു, അവിടുന്ന് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ സിദ്ധരാമയ്യ പറഞ്ഞ എന്താണ്, ഞങ്ങളൊന്നും ചെയ്തില്ല, ഞങ്ങൾ അറിഞ്ഞില്ല എന്ന്. അപ്പൊ അതൊന്നും പരിപാടിയല്ല. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഫണ്ട്സ് ഉണ്ടോ, അതൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്താ നടക്കാൻ പോകുന്നത്, ക്ലിയർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ കർണാടക ഗവൺമെന്റ് റേസ് ചെയ്തെടുത്തു. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് പറയാൻ പറ്റുക എങ്ങനെയാണ് ധനുഷ്? ഇവർക്ക് റിസർവേഷൻ കൊടുത്തേ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ടെൻഡർ കൊടുക്കാൻ പരിപാടികളും ഈ പറഞ്ഞ മാതിരി 4% റിസർവേഷൻ മുസ്ലിംസിന് കൊടുത്തിട്ട് വോട്ട് വാങ്ങാനുള്ള പരിപാടിയാണ്. ടിപ്പു സുൽത്താന്റെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പോവാന്ന്. നമ്മുടെ നാട്ടിൽ പട്ടിക്ക് ടിപ്പു എന്ന് പേരിടുന്ന, അല്ലാണ്ട് കർണാടകത്തിൽ ഇപ്പോഴും ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ നടത്തുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടാകും. അവിടെ ഈ പറഞ്ഞ മാതിരി കർണാടകത്തിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാണുകയും ചെയ്തു. കുറെ സ്ഥലത്ത് കർണാടകത്തിൽ വന്നപ്പോൾ തൊട്ട് ഈ കോൺഗ്രസ് സർക്കാർ നടത്തുന്നതാണ് ഈ പർട്ടിക്കുലർ ക്യാമ്പയിൻ നടത്തുന്നത്. അവർക്ക് മുസ്ലിംസിന്റെ വോട്ട് വേണം. അതിന് കർണാടകത്തിൽ പക്ഷേ ഈ ടെൻഡർ ഈ പറഞ്ഞ മാതിരി റിസർവേഷൻ കൊടുക്കണേ ധനുഷ്, ആരെങ്കിലും റിസർവേഷൻ കട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. ബിക്കോസ് 50% ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അവിടുന്ന് അവർ റിസർവേഷൻ തിരിച്ച് പിടിക്കാൻ പോകുന്നത് SC/STs. ഞാൻ ചോദിക്കാൻ കാരണം എന്താണ്, ഈ നമ്മുടെ രാഹുൽ ഗാന്ധി കാസ്റ്റ് സർവേ എന്നൊന്ന് നടക്കുന്നുണ്ട്. കാസ്റ്റ് സർവേ ഇപ്പോൾ തെലങ്കാനയിലും തുടങ്ങിക്കഴിഞ്ഞു. കർണാടകത്തിൽ കാസ്റ്റ് സർവേ തുടങ്ങിക്കഴിഞ്ഞു 10 കൊല്ലം കഴിഞ്ഞു. 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ മാതിരി സർവേ നടന്നു, അതിന്റെ റിപ്പോർട്ട് വന്നു, സബ്മിറ്റ് ചെയ്ത്. ഇപ്പോഴല്ല, കഴിഞ്ഞ സിദ്ധരാമയ്യ ഗവൺമെന്റ് സമയത്ത്. പക്ഷെ ഇന്ന് വരെ ആ റിപ്പോർട്ട് പുറത്തേക്ക് ഇറക്കിയില്ല ധനുഷ്. എന്താണ് അതിന്റെ കാരണം? അപ്പൊ ഡെഫിനറ്റ്ലി ഇതിലൊരു സീക്രസി ഉണ്ട്.
എങ്ങനെയെങ്കിലും മുസ്ലിംസിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ പറഞ്ഞ മാതിരി 4% റിസർവേഷൻ കൊടുക്കും. ഈ റിസർവേഷന്റെ ഒരു പോളിസിയെ പറ്റിയിട്ട് തന്നെ സുപ്രീം കോടതിയിൽ കേസ് കിടക്കുന്നുണ്ട്. ആന്ധ്ര ഗവൺമെന്റ് ഒരു കേസ് കിടക്കുന്നുണ്ട്, കർണാടകത്തിലെ ഗവൺമെന്റ് കേസ് കിടക്കുന്നുണ്ട്, തമിഴ്നാടിന് ഒരു കേസ് അവിടെ സുപ്രീം കോടതിയിൽ കിടക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ പെർമിറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഭരണഘടന ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് റിലീജിയസ് ബേസ് റിസർവേഷൻ കൊടുക്കാൻ പറ്റില്ല. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കാരണം റിസർവേഷൻ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ നാട്ടില് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്, കൺവേർട്ടഡ് ക്രിസ്ത്യൻസിനുണ്ട്, മുസ്ലിംസിനുണ്ട്, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഈ പറഞ്ഞ മാതിരി മൈനോറിറ്റി റിസർവേഷൻ അല്ല നമ്മൾ പറയുന്നത് ധനുഷ്. നമ്മൾ പറയുന്നത് എന്താ, മുസ്ലിം റിസർവേഷൻ, പാർസീസിനുള്ള റിസർവേഷൻ, ജെയിൻസിനുള്ള റിസർവേഷൻ, സിഖ്സിനുള്ള റിസർവേഷൻ അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ഇവിടുത്തെ ഗവൺമെന്റുകൾ പറയുന്നത് മുസ്ലിം ബേസ്ഡ് റിസർവേഷൻ. അപ്പൊ ഈ പറഞ്ഞ മാതിരി കോൺഗ്രസിന്റെ ഒരു 4% റിസർവേഷൻ ഇതിന്റെ ഒരു പോളിസി വരാൻ കാരണം ആ സൈഡിൽ മഹാരാഷ്ട്രയിൽ ഇപ്പൊ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലും ഇതേ പോളിസിയാണ് അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഈ പറഞ്ഞ മാതിരി കോൺഗ്രസ് ഒരു അവിടുത്തെ ഉലേമ ഫ്രണ്ട് വന്നിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളൊന്ന് വഖഫ് ബില്ല് പാർലമെന്റിൽ വരാൻ അതിനെ എതിർക്കണം എന്നാണ്. നമുക്കറിയാം മുനമ്പത്ത് എന്താ നടക്കുന്നതാണ്. മുനമ്പത്ത് വോട്ട്, ക്രിസ്ത്യൻ വോട്ട് എങ്ങോട്ട് പോകുന്നു നമുക്ക് എല്ലാവർക്കും ഊഹിച്ചാൽ തന്നെ അറിയാൻ പറ്റും. മുനമ്പത്തല്ല, ഈ ഇലക്ഷൻ നടക്കുന്ന ചേലക്കരയായാലും പാലക്കാടായാലും വയനാടായാലും 2 സ്ഥലത്ത് ഇലക്ഷൻ കഴിഞ്ഞു, ഇനി പാലക്കാട് നടക്കാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഇവരുടെ റിസർവേഷൻ പോളിസി ആർക്ക് റിസർവേഷൻ കൊടുക്കണം? നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കണ്ട 80-20% റേഷ്യോ വെച്ചിട്ട് റിസർവേഷൻ പോളിസി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പോളിസി കർണാടകത്തിൽ നടക്കുന്ന പോളിസി OBC കോട്ടയിൽ നിന്ന് അവരുടെ കോട്ട കുറച്ചിട്ട് അവിടെ നിന്ന് കോൺഗ്രസ് മുസ്ലിംസ് റിസർവേഷൻ കൊടുക്കാൻ പോകുന്നതെന്ന് പറയും. ഇതിനു മുമ്പ് നമുക്കറിയാം, ഇതിനു മുമ്പ് കർണാടകത്തിൽ BJP സർക്കാർ ഉണ്ടായ സമയത്ത് അവർ മുസ്ലിം റിസർവേഷൻ എടുത്തു കളഞ്ഞു. അവിടെ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. ഇത് കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു റിസർവേഷൻ, അത് എടുത്തു കളഞ്ഞു. ഇത് ലിംഗായറ്റ്സിനും വക്കലിഗാസിനും കൊടുത്തു. അവർ രണ്ടുപേർക്ക് 2% റിസർവേഷൻ അവർക്ക് കൊടുത്തു. ഇതാണ് ഉണ്ടായതാണ്. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഇവർ ഈ ഹിന്ദു ബാക്ക്ലാഷ്, ഇവര് കോൺഗ്രസ് ഇനി പഠിച്ചിട്ടില്ല ഏതാണ് വിഷയം. ബിക്കോസ് ഇവര് ഹരിയാന തോൽക്കാൻ കാരണം എന്താണ്? കാസ്റ്റാണ്. അവിടെയും കയറി കാസ്റ്റ് ജാട്ടുകളെ പിടിച്ചു ജയിക്കാൻ നോക്കിയപ്പോൾ എന്ത് പറ്റി? നോൺ ജാട്ട്സ് എല്ലാം കൂടി. ഇതേ പരിപാടിയാണ് ഇപ്പൊ മഹാരാഷ്ട്രയിൽ നടക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഇവർ മുസ്ലിംസിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിംസിന്റെ ഉലേമ കൗൺസിൽ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് പോലീസ് റിക്രൂട്ട്മെന്റിൽ ആലോചിച്ചു, പോലീസ് റിക്രൂട്ട്മെന്റിലും 10% വേണം. ചിലത് പറഞ്ഞ് 20% വേണം. അപ്പൊ ഇന്ന് വരെ ഒരു ഡിസിപ്ലിൻ ഫോഴ്സ് ആയിട്ടുള്ള ഒരു യൂണിഫോം ഫോഴ്സ് ആയിട്ടുള്ള പോലീസോ ആർമിയിലോ നമുക്ക് റിസർവേഷൻ ഇല്ല. പക്ഷെ ഇവർ പറഞ്ഞ് ഞങ്ങൾക്ക് 10-20% വരെ മുസ്ലിംസിന് പോലീസിൽ റിക്രൂട്ട്മെന്റ് വേണം. അതേമാതിരി ടെൻഡറിൽ ഞങ്ങൾക്ക് ഇത് വേണം. അങ്ങനെ കുറെ ഡിമാൻഡ്സ് മഹാരാഷ്ട്രയിൽ ഇറക്കിയിട്ടുണ്ട്. അതേ ഇത് കർണാടകത്തിലുണ്ട്. നമ്മൾ കണ്ടു കർണാടകത്തിൽ തന്നെ കുറെ കേസുകൾ ഈ SDPIയുടെ നേരെയുള്ള ബാക്കിയുള്ള അവിടുത്തെ ഓരോ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേരെ BJP സമയത്ത് രജിസ്റ്റർ ചെയ്ത ടെററിസ്റ്റ് കേസ് പോലൊക്കെ കോൺഗ്രസ് സർക്കാർ അവിടെ വിഡ്രോ ചെയ്തു വരുന്നുണ്ട്. അതെന്തിനാ ചെയ്യണത്? അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്, വേറെ നല്ല ദർശനം. വേറെ ഇതില് ഈ പറഞ്ഞ മാതിരി വലിയ കാര്യം ഇല്ല. പക്ഷെ എങ്കിലും 10 വോട്ട് കിട്ടിയാലും കുഴപ്പമില്ല, നമുക്ക് ദേശം വിറ്റാലും കുഴപ്പമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് കോൺഗ്രസിന്. ഈ കർണാടകയിൽ ഈ റിസർവേഷൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സാർ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കോടതി പറഞ്ഞിട്ട് പോലും സിദ്ധരാമയ്യ അത് കൊടുക്കും എന്നുള്ള വാഗ്ദാനങ്ങൾ ഇവിടെ ഒരുപാട് പാസ്സായി. ഇതൊക്കെ അവിടെ നടപ്പിലാക്കുന്നുണ്ടോ സിദ്ധരാമയ്യ? എന്ന് പറഞ്ഞാൽ ഈ റിസർവേഷൻ കൊടുത്തില്ലെങ്കിൽ അവിടെയുള്ള കൊടുക്കാമെന്ന് പറഞ്ഞ് ഇയാൾക്ക് വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങൾ എങ്ങനെയാ പ്രതികരിക്കുന്നത്? ഐ മീൻ മുസ്ലിം പീപ്പിൾ. എന്തെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല, അവര് പറയുന്നത് ഞങ്ങൾക്ക് വോട്ട് വേണം, ഞങ്ങൾക്ക് അധികാരം വേണം, ഞങ്ങൾക്ക് ഈ 10%, 20% പോലീസ് ഫോഴ്സിൽ വേണം, ടെൻഡർ കിട്ടണം, അതേമാതിരി ഞങ്ങൾക്ക് സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങണം. ഇതൊക്കെ ഉണ്ട്. ഇത് തെലങ്കാനയിലും ഉണ്ടായിരുന്നു. ഇത് KCR ഉള്ള സമയത്ത് സെപ്പറേറ്റ് റെസിഡൻഷ്യൽ ഹോസ്റ്റൽ ആലോചിച്ചു. സെപ്പറേറ്റ് റെസിഡൻഷ്യൽ ഹോസ്റ്റൽ മുസ്ലിംസ് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മളിത്? ഇതാണ് ഇവരൊരു പരിപാടി. ഇവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മാതിരി ഇവരെന്തും ചെയ്യും. ടിപ്പു സുൽത്താൻ അല്ല, വേറെ അജ്മൽ കസബിന്റെ പിറന്നാൾ വേണമെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനത്തെ പാർട്ടികളാണ് ഇവർ. ഇതിനൊരു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവര് ഈ കർണാടകത്തിലെ ഗവൺമെന്റ് അല്ല, നമ്മൾ ഇവൻ ഹൈദരാബാദ് തെലങ്കാനയിലും കണ്ടിരുന്നു, അതേമാതിരി നമ്മൾ മഹാരാഷ്ട്രയിലും കണ്ടിരുന്നു. മദ്രസകൾക്ക് കാശ് കൂടുതൽ കൊടുക്കുക, ഇതൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ടുള്ളത്. മദ്രസകൾക്ക് അവിടെയുള്ള ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുക. ആ സമയത്ത് നിങ്ങൾ വേദപാഠശാലയിൽ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അതില്ലല്ലോ. ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ വേദപാഠശാലയെ വേണ്ടെന്നാ പറയുന്നത്. അതല്ല അതിന്റെ ഏറ്റവും വലിയ തമാശ.
ഇവർക്ക് അതൊന്നും വേണ്ട. ഇവർക്ക് ഈ പറഞ്ഞ മാതിരി മദ്രസകൾ മാത്രം മതി. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞ ഞാൻ അങ്ങനെ ഒരു പരിപാടിയെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തില്ല. പക്ഷെ BJP പറയുന്നത് ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ള പ്രൂഫ് ഉണ്ട്. ഇൻഫാക്ട് തിങ്കളാഴ്ചയാണെന്ന് ചൊവ്വാഴ്ചയാണെന്നതുകൊണ്ട് BJPയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അശോക, BJPയുടെ MLA ബസഗോഡ പാട്ടീൽ, ഇവരൊക്കെ കൂടി ഈ പറഞ്ഞ മാതിരി ഒരു പ്രൂഫ് ഇറക്കി, എക്സൽ ഇറക്കിയത് സിദ്ധരാമയ്യ അപ്രൂവ് ചെയ്തൊരു അമെന്റ്മെന്റ് ആണ് 6 ഷെഡ്യൂൾ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ. അതിൽ 4% കർണാടക ട്രാൻസ്പെറൻസി ഇൻ പബ്ലിക് പ്രൊക്യൂർമെന്റ്, അത് ടെൻഡറിൽ 4% കൊടുക്കാമെന്നിട്ട് മൈനോറിറ്റീസിന് കൊടുക്കാമെന്നിട്ട് ഗവൺമെന്റ് ഒരു ഇൻസേർട്ട് ചെയ്തത് കോൺട്രാക്ട് വാല്യൂ 1 കോടി വരെയുള്ള കോൺട്രാക്ട്. അപ്പൊ ഇതെങ്ങനെ നടന്നത്? ഞാൻ ചെയ്തേയില്ല എന്ന് പറഞ്ഞ ആളെങ്ങനെ നടത്തിയതൊക്കെ? അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താ നടക്കുന്നതെന്ന് അറിയില്ലേ? ഇതാണ് എനിക്ക് ചോദിക്കേണ്ടത് ആവശ്യം. ബിക്കോസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരാൾ ഇരിപ്പുണ്ട്, ഞാൻ പേര് പറഞ്ഞു, നസീർ അഹമ്മദ്. അറിയില്ല, മുഖ്യമന്ത്രിക്ക് അറിയില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താണ് നടക്കുന്നത് അറിയില്ല. അല്ലേണെങ്കിൽ ശിവശങ്കരനൊക്കെ അവിടെ ഉണ്ടാവത്തില്ലായിരുന്നു. എന്താ പറഞ്ഞ നമ്മുടെ അവിടെ തന്നെ അറിയാലോ എന്താ നടന്നത്. എനിക്ക് എന്താ അറിഞ്ഞുകൂടാന്ന് വന്ന പാർട്ടിയാണ്. എനിക്ക് PR ഏജൻസി ഉണ്ടോ നമുക്ക് അറിയില്ല എന്ന് വന്ന പാർട്ടികളാണ് എവിടെയുള്ളത്. എനക്കറിയില്ല, എന്ത് ചോദിച്ചാലും മുഖ്യമന്ത്രിക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ, എനക്കറിയില്ല, ഈ കൈകൾ ശുദ്ധമാണ്, മടിയിൽ കനവില്ല, ഞെട്ടില്ല, ചോദിക്കാൻ ഇതൊക്കെ ഉള്ളൂ. ധനുഷ, ഈ അംബേദ്കറിന്റെ പേര് കാലത്തിട്ട് പറയുന്ന ആൾക്കാരാണ് അംബേദ്കർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇവര് ചെയ്യുന്നു. ഇതാണ് നമുക്കറിയാം. ഇവര് അംബേദ്കർ കോൺഗ്രസ് പാർട്ടി വിട്ടു പോയി, അത് ഇവരാരും മിണ്ടുന്നില്ല. നെഹ്റുവിന്റെ കൂടെ അടിയുണ്ടായിട്ട് അംബേദ്കർ ഇറങ്ങിപ്പോയി കോൺഗ്രസ് പാർട്ടിയിൽ. 2 പ്രാവശ്യം ഇതേ കോൺഗ്രസിലെ ഒരു നേതാവ് കഴിഞ്ഞ ദിവസം അംബേദ്കറെ കുറിച്ച് പറഞ്ഞ സാറിന് ശ്രദ്ധയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് അംബേദ്കർ ഇപ്പോ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അംബേദ്കർ ഇസ്ലാം മതം സ്വീകരിച്ചേനെ എന്നതാണ് അയാൾ പറഞ്ഞത്. ബുദ്ധിസം ഇസ്ലാമിക്ക് പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതാണോ ഇയാളെ ഹിന്ദി എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ ഒരു റിസർവേഷൻ കൊടുത്ത് ജനഷന്റെ ലാർജർ പിക്ചർ നമ്മളിപ്പോൾ പറയുന്നത് ഈ ഹിന്ദു കൺസോളിഡേഷൻ ആവാൻ കാരണം. ഇപ്പൊ നമ്മൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ കാരണം എന്താണ്? അന്ന് മുൻപ് തന്നെ പറഞ്ഞ എനിക്കൊരു പാസ്റ്റർ ബിഷപ്പ് കണ്ട പറഞ്ഞുള്ളത്, നിങ്ങൾ ഈ വോട്ട് BJPക്ക് പോയി എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ വോട്ടുകൾ നിങ്ങളതിനെ പറ്റി നിങ്ങളാണ് അതിന്റെ കാരണക്കാരൻ. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്ത് പറഞ്ഞു നിങ്ങളാണ് അതിന്റെ കാരണക്കാരൻ, നിങ്ങൾ കാരണമാണ് ഈ വോട്ട് പോകുന്നത്. അതാണ് ഇവർ മനസ്സിലാക്കേണ്ടത്. നാളെ ഹിന്ദുക്കളെല്ലാം കൂടി ഒരു കൺസോളിഡേറ്റഡ് ബേസ് ആയിട്ട് വന്ന് മുസ്ലിംസ് ഇങ്ങനെ ചെയ്യുന്നു. നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടു. മഹാരാഷ്ട്രയിൽ 120 NGOs ആണ് ധനുഷ വർക്ക് ചെയ്യുന്നത് BJPയുടെ അഗേൻസ്റ്റ് ആയിട്ട്. 120 എണ്ണം. അവർ രജിസ്ട്രേഷൻ ചെയ്യുന്നു, വോട്ടിങ്ങിന്റെ സമയത്ത് ആൾക്കാരെ കൊണ്ടുവരുന്നു, വോട്ട് ചെയ്യിപ്പിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇപ്പൊ ഹിന്ദു ഓർഗനൈസേഷൻ ഉണ്ടാണ്ടിരിക്കും ഇല്ലല്ലോ, അവരും അതേമാതിരി ചെയ്യും. പക്ഷെ അവർ ചെയ്യുമ്പോൾ പറയാമോ ഇത് ഒരു റിലീജിയസ് കമ്മ്യൂണൽ ആയിപ്പോയി. പക്ഷെ അതേ സമയത്ത് മുസ്ലിംസ് 120 NGOs മുസ്ലിംസിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അതൊരു കുഴപ്പമില്ല, അതൊക്കെ സെക്യുലറാണ്. ഈ പറഞ്ഞ മാതിരി ഈ സിദ്ധരാമയ്യ ആയാലും അവിടെ മഹാരാഷ്ട്രയിൽ നടന്നതായാലും ഇപ്പൊ ജാർഖണ്ഡും പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇത് ഉണ്ടാവും പോകണം തന്നെ. അവസാനം ഹിന്ദുക്കളെല്ലാം കൂടി വന്ന് മോദിക്ക് 2014 വോട്ട് ചെയ്യുന്ന മാതിരി 2024 വോട്ട് ചെയ്യുന്ന മാതിരി ഇനിയും 2029 മോദിക്ക് വേണ്ടി വോട്ട് ചെയ്യും. അതാണ്ടാവുന്നത്. എന്തായാലും കർണാടകത്തിൽ സിദ്ധരാമയ്യ പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യം തർക്കമില്ല. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. കർണാടകയിൽ രാഹുൽ ഗാന്ധി പോലും ഇപ്പൊ തിരിഞ്ഞു നോക്കുന്നില്ല. പല കാര്യങ്ങളും, അതായത് ഫ്രീ ബി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി KSRTC കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ KSRTC സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് 250 കോടി രൂപയാണ് കടം ഉണ്ടാക്കി വെച്ചത്. എന്തായാലും കർണാടകയിൽ ന്യൂനപക്ഷങ്ങളെ ഏത് രീതിയിലാണ് സിദ്ധരാമയ്യ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.